വൈകാരിക നിമിഷങ്ങൾക്ക് സാക്ഷിയായി ഹൈബിയുടെ പര്യടനം. കളമശ്ശേരിയിലും ഏലൂരിലും കടുങ്ങല്ലൂരിലുമാണ് ഹൈബിയുടെ പര്യടനം ഇന്ന് നടന്നത്. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ഏറ്റവും വൈകാരികമായ നിമിഷങ്ങൾക്കാണ് ഏലൂർ മുനിസിപ്പൽ പ്രദേശത്തെ വാഹന പര്യടനം സാക്ഷ്യം വഹിച്ചത്. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച അൽമിറ അഷ്റഫും അൽഫായിസ് അഷ്റഫും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈയൊരു മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഹൈബി ഈഡന്റെ ഓഫീസിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവർ ബന്ധപ്പെട്ട് എന്നാണ് സ്ഥാനാർത്ഥി പര്യടനത്തിന് ഹൈബി എത്തുക എന്ന് ആരായുന്നുണ്ടായിരുന്നു. ഇന്ന് ഹൈബി ഈഡൻ എത്തുമെന്ന് അറിഞ്ഞ് ഇരുവരും രാവിലെ മുതൽ റോഡരികിൽ ഹൈബിയെ കാത്തിരിപ്പായിരുന്നു. തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി എത്തിയപ്പോൾ തന്നെ ഇരുവരുടെയും മുഖത്ത് ചിരി പടർന്നു. ഇരുവരെയും കണ്ട ഹൈബി വാഹനത്തിൽ നിന്നിറങ്ങി ഇവർക്കരികിലേക്ക് ഓടിയെത്തി. സന്തോഷത്താൽ കണ്ണുകൾ നിറഞ്ഞ ഇരുവരെയും ഹൈബി ചേർത്തു പിടിച്ചു. തങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയും ആശ്വാസവും പകർന്ന ഹൈബിയെ മറക്കാൻ കഴിയില്ലെന്ന് അൽമിറയും അൽഫായിസും പറഞ്ഞു. ഇവരുടെ സ്നേഹപ്രകടനം കണ്ടുനിന്നവരെ പോലും ഈറനണിയിച്ചു. ഇരുവർക്കും താങ്ങും തണലുമായി ഏറെക്കാലമായി ഹൈബി ഈഡൻ ഇവർക്കൊപ്പമുണ്ട്. ഇവർക്കായി 2 ബൈപാത്ത് മെഷീൻ സ്ഥിരമായി ഏർപ്പെടുത്തിയത് ഹൈബി ഈഡനായിരുന്നു. ഇവർക്ക് സ്കൂളിൽ പോകുന്നതിനായി വീൽചെയർ അടക്കമുള്ള എല്ലാ സഹായവും ചെയ്തതും ഹൈബിയാണ്. അന്നു മുതൽ തുടങ്ങിയ ആത്മബന്ധമാണ് ഇരുവർക്കും ഹൈബി ഈഡനുമായി ഉള്ളത്. വിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തിന്റെ ബഹുസ്വരത വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. രാജ്യത്തിന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള അതിശക്തമായ ഒരു വിധിയെഴുത്തായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ്. വിശ്വസിക്കുന്ന മതത്തിന്റെ പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ, ധരിക്കുന്ന വസ്ത്രത്തിന്റെ എല്ലാം പേരിൽ നമ്മളെ വേർതിരിക്കുകയും വിഭജിക്കുകയും ചെയ്യുന്ന ഈ അധികാരികൾക്കെതിരെയുള്ള, ഫാഷിസത്തിനെതിരെയുള്ള, ഭരണകൂടത്തിനെതിരെയുള്ള ശക്തമായ വിധിയെഴുത്ത്. അതിൽ ഈ രാജ്യത്തിന്റെ ബഹുസ്വരത എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള, ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾക്ക് എന്നും വില കൽപ്പിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി തന്നെ ഈ രാജ്യത്ത് അധികാരത്തിൽ വരണം എന്നുള്ളത് കൊണ്ടാണ് എക്കാലത്തും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള, ജനാധിപത്യ സ്ഥാപനങ്ങളെ പിന്തുണച്ചിട്ടുള്ള, കൈപ്പത്തി എന്ന പൊന്നടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഒരായിരം നന്ദി. ഏലൂർ കളമശ്ശേരി ഭാഗത്തായിരുന്നു ഇന്ന് ഹൈബി ഈഡൻ പര്യടനം നടത്തിയത്. രാവിലെ പാതാളംകവലിൽ നിന്നും ആരംഭിച്ച പര്യടനം ഉച്ചയ്ക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം അവസാനിച്ചു. തുടർന്ന് കളമശ്ശേരി മേഖലയിലെ പര്യടനം മുട്ടാറിൽ നിന്നും ആരംഭിച്ചു. കനത്ത ചൂടിനെ വകവയ്ക്കാതെ നൂറുകണക്കിന് ആളുകളാണ് ഹൈബി ഈഡനെ സ്വീകരിക്കാനെത്തിയത്. 50ഓളം കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം HMT കോളനിയിലാണ് ഇന്നത്തെ പര്യടനം സമാപിച്ചത്. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.